കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിരുന്നു. ആ ചാപ്റ്ററിലെ കുറച്ച് തിയറി പാർട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത്. പിന്നെ ഇക്വേഷനും ആ ഇക്വേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. If 3% of electric bulb manufactured by a company are defective, find the probability that in a sample of 100 bulbs exactly 5 bulbs are defective. അതായത് ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഇലക്ട്രിക് ബൾബിൽ 3% ഡിഫക്റ്റീവ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ബൾബ് എടുത്ത് നോക്കിയാൽ അതിൽ എക്സാക്ട്ലി 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം. ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഇലക്ട്രിക് ബൾബിൽ 3% ഡിഫക്റ്റീവാണ്. നമ്മൾ അതിൽ നിന്ന് ഒരു 100 ബൾബ് സാമ്പിളായിട്ട് എടുത്ത് നോക്കിയാൽ അതിൽ എക്സാക്ട്ലി 5 ബൾബ് കറക്റ്റ് 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യന്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ആയിരുന്നു (e⁻m(m)(x) ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആയിരുന്നു ഇക്വേഷൻ. ഇതിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. എം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു എം കണ്ടുപിടിക്കുക? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് ആണ് എം എന്ന് പറയുന്നത്. എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു NP, n×p. ഈ ക്വസ്റ്റ്യനിൽ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പറാണ്. n എന്ന് പറയുന്നത് 100 p എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. p എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ചാപ്റ്റർ പഠിച്ച സമയത്ത് പറഞ്ഞ കാര്യമാണ്. എന്ത്? p എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞത്? 3% ഇലക്ട്രിക് ബൾബ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്. 3% കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബുകളും ഡിഫക്റ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ p എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബാണ് നമ്മൾ p ആയിട്ട് എടുക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ്, പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബാണ് ഇവിടെ നമ്മൾ p ആയിട്ട് എടുക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ്. അപ്പോൾ p എന്ന് പറഞ്ഞാൽ 3% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3/100 ചെയ്താൽ 0.03 എന്ന് കിട്ടും. ഈ 0.03 ആണ് എന്ത്? p എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് n 100 ആണെന്ന് കിട്ടി, p 0.03 ആണെന്ന് കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കുക, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് n ലാർജും p വളരെ സ്മോളുമായിട്ടുള്ള ഒരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ n 100 ആണ്, p എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വാല്യൂ ആണ് 0.03. അപ്പോൾ ഇത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഇങ്ങനെയും ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇനി m കണ്ടുപിടിക്കുക. m n×p ആണ്. n എന്ന് പറയുന്നത് 100 ആണ്, p എന്ന് പറഞ്ഞാൽ 0.03 ആണ്. 100 × 0.03 ചെയ്താൽ 3 ആണ് നമുക്ക് കിട്ടുക. ഈ 3 ആണ് m എന്ന് പറയുന്നത്. m കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. e⁻m ഈ അതേപോലെ എഴുതുക. -m എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ 3 ആണ്. അപ്പം -m എന്ന് പറയുമ്പോൾ -3. m⁻x m 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് x അറിയണം. x ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ x എന്ന് പറയുന്നത് എന്താണ്? എക്സാക്ട്ലി 5 ബൾബ്സ് ആർ ഡിഫക്റ്റീവ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ x എന്ന് പറയുന്നത് 5 ആണ്. കറക്റ്റ് 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ x എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് x. അപ്പോൾ m⁻x m 3 ആണ്, x എന്ന് പറയുന്നത് 5 ആണ്. ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ, x 5 ആയതുകൊണ്ട് 5 ഫാക്ടോറിയൽ. ഇനി e⁻3യുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് അടിക്കേണ്ടത് എന്നുള്ളത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു, അതൊന്ന് നോക്കുക കേട്ടോ. e⁻3ൻ്റെ വാല്യൂ എത്രയാണ്? e⁻3 നമുക്ക് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.0498 ആണ്. പിന്നെ 3⁵5 അറിയണം. 3⁵5 എന്ന് പറഞ്ഞാൽ 243 ആണ്. പിന്നെ നമുക്കറിയേണ്ടത് 5 ഫാക്ടോറിയൽ ആണ്. 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 120 ആണ്.
ഇനി ഇത് ഡയറക്റ്റായിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. e raised to minus 3.0498 ഇൻറ്റു 3 raised to 5 243 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ 120. അപ്പോൾ 0.0498 ഇൻറ്റു 243 ഡിവൈഡഡ് ബൈ 120 ചെയ്യുമ്പോൾ 0.1008 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഇക്വേഷൻ e raised to minus m raised to x ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ആണ്. ആദ്യം നമ്മൾ m കണ്ടുപിടിക്കണം. m കണ്ടുപിടിക്കാൻ n ഇൻറ്റു പി ആണ്. എന്നും പിയും അറിയാമെങ്കിൽ അത് രണ്ടും ഇൻറ്റു ചെയ്താൽ m കിട്ടും. m കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഈ ഇക്വേഷൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ അടിക്കേണ്ടതെന്നും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇറ്റ് ഈസ് നോൺ ഫ്രം ദി പാസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ എ സർട്ടൻ പ്ലാന്റ് ദർ ആർ ഓൺ ദി ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് പെർ മന്ത്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ ഗിവൺ ഇയർ ദർ വിൽ ബി ലെസ് ദാൻ 3 ആക്സിഡൻറ്റ്സ്. അസ്യൂം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ഇതൊരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ആണ് എന്ന് പറയുന്നുണ്ട്. അസ്യൂം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ്, മുന്നേ നടന്ന ഒരു അനുഭവത്തിൽ നിന്ന്, മുന്നത്തെ കാലത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്ത്? ഒരു പ്ലാന്റിൽ ആവറേജ് ഒരു മാസം ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് നടക്കും. ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഒരു പ്ലാന്റ്, ആ പ്ലാന്റിൽ ഒരു മാസം ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. ഈ ആവറേജ് എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻ്റ് ആണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ ഗിവൺ ഇയർ ദർ വിൽ ബി ലെസ് ദാൻ 3 ആക്സിഡൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർഷത്തിൽ 3-ൽ കുറവ് ആക്സിഡൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ലെസ് ദാൻ 3 ആക്സിഡൻ്റ് ആണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. ഒരു പ്ലാന്റിൽ ഒരു മാസം ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റുകൾ നടക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എടുത്ത് നോക്കിയാൽ ആ വർഷത്തിൽ ലെസ് ദാൻ 3 ആക്സിഡൻറ്റ്, 3-ൽ കുറവ് ആക്സിഡൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യന്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? e raised to minus m raised to x ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനാകെ വേണ്ടത് m ആണ്. നമ്മൾ m കാൽക്കുലേറ്റ് ചെയ്യുക എന്നും പിയും വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ആ ഒരു NP വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ആവറേജ് ആണ് m എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആവറേജ് ഡയറക്റ്റായിട്ട് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ NP വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കേണ്ട. ഇവിടെ വേറെ NO PO ഒന്നും തന്നിട്ടില്ല. ഡയറക്റ്റായിട്ട് m ആണ് തന്നിട്ടുള്ളത്. m എന്ന് പറയുന്നത് എത്രയാണ്? m എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ആവറേജ് ആണ് m. ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻ്റ് ആണ് മാസത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ m 4 ആണെന്ന് നമുക്ക് കിട്ടി. m കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. e raised to m 4 ആണ്. മൈനസ് m എന്ന് പറയുമ്പോൾ -4. പിന്നെ m raised to x, m 4 ആണ്. m raised to x ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ. ഇനി നമുക്ക് ഈ x ആണ് അറിയേണ്ടത്. ഇവിടെ നോക്കുക, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ലെസ് ദാൻ 3 ആക്സിഡൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. ലെസ് ദാൻ 3 ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് ഡിഫറൻറ്റ് വാല്യൂസ് വരും. ലെസ് ദാൻ 3 ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ എക്സ് 0 ആവാം, എക്സ് 1 ആവാം, എക്സ് 2 ആവാം. ലെസ് ദാൻ 3 ആക്സിഡൻറ്റ് എക്സിൻ്റെ വാല്യൂ എപ്പോഴും ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. ഇവിടെ ലെസ് ദാൻ 3 ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് 0 ആയിട്ട് എടുക്കണം, എക്സിനെ 1 ആയിട്ടും എടുക്കണം, എക്സിനെ 2 ആയിട്ടും എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുത്തിട്ട് ചെയ്യണം, പിന്നെ എക്സിൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുത്തിട്ട് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുത്തിട്ടും ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഈ e raised to -4 എത്രയാണെന്നുള്ളത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെക്കുക. e raised to -4ൻ്റെ വാല്യൂ e raised to -4
ഇ റേസ് ടു മൈനസ് 4ൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.0182 ഇ റേസ് ടു മൈനസ് 4ൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ ഈ ഇ റേസ് ടു മൈനസ് 4നെ നമ്മൾ ഇവിടെ വെക്കുകയാണ്. ഇനി നമുക്ക് 4 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ കാണണം. 4 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയലാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ എക്സിനെ നമ്മൾ 0, 1, 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഡിഫറൻറ്റ് വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എക്സിനെ 0 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെ 0 ആയിട്ട് എടുക്കുമ്പോൾ 4 റേസ് ടു 0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയലാണ് ആദ്യം ചെയ്യുക. 4 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി അടുത്തത് നമ്മൾ എക്സിനെ 1 ആയിട്ട് എടുക്കുകയാണ്. എക്സിനെ 1 ആയിട്ട് എടുക്കുമ്പോൾ 4 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയലിൽ 4 റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. 4 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 4 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 4 ആണ് ആൻസർ കിട്ടുക. പിന്നെ അടുത്തത് നമ്മൾ എക്സിനെ 2 ആയിട്ട് എടുക്കണം. എക്സിനെ 2 ആയിട്ട് എടുക്കുമ്പോൾ 4 റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ 4 റേസ് ടു 2 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 ഫാക്ടോറിയൽ. 4 റേസ് ടു 2 അല്ലെങ്കിൽ 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. 16/2 ചെയ്താൽ 8 എന്ന് കിട്ടും. അപ്പം നമ്മൾ എക്സിൻ്റെ വാല്യൂ 0ഉം 1ഉം 2ഉം കൊടുത്തിട്ട് എത്രയാണ് വാല്യൂസ് കിട്ടുക എന്നുള്ളത് കണ്ടുപിടിച്ചു. 0 കൊടുക്കുമ്പോൾ 1 ആണ് കിട്ടുക. 1 കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 4 ആണ് കിട്ടുക. എക്സിൻ്റെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ 8 ആണ് കിട്ടുക. ഇത്രയും ചെയ്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇ റേസ് ടു മൈനസ് 4 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഈ ഒരു പ്രോബ്ലത്തിന് എക്സിന് ഡിഫറൻറ്റ് വാല്യൂസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ചത്. ഇനി എന്ത് ചെയ്യുക? ഇത് ടോട്ടൽ ചെയ്യുക. 4ഉം 1ഉം 5, 5ഉം 8ഉം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 13 എന്ന് കിട്ടും. 4 1 5, 5 8 13 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ 4 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ നമ്മളിനി ഈ 13നെ ഇ റേസ് ടു മൈനസ് 4ഉമായിട്ട് ഗുണിച്ചാൽ മതി. നമ്മുടെ ഇക്വേഷൻ ഇ റേസ് ടു മൈനസ് 4 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആയിരുന്നു. ഈ 4 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയലാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. 4 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയലിൽ എക്സിന് 0ഉം എക്സിന് 1ഉം എക്സിന് 2ഉം കൊടുത്തിട്ടുള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ആ വാല്യൂസ് ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് 13 ആണ് ആൻസർ കിട്ടിയത്. ഇനി ഈ 13നെ എന്തുമായിട്ട് ഗുണിച്ചാൽ മതി? ഇ റേസ് ടു മൈനസ് 4ഉമായിട്ട് ഗുണിച്ചാൽ മതി. ഇ റേസ് ടു മൈനസ് 4ൻ്റെ വാല്യൂ 0.0182 ആയിരുന്നു. അതിനെ എന്ത് ചെയ്യുക? ഈ 13ഉമായിട്ട് ഗുണിക്കുക. 0.0182 ഇൻറ്റു 13 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.2382 ആണ്. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ എം ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ് എന്താണ്? <3 ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ എക്സ് 0 ആയിട്ടും എക്സ് 1 ആയിട്ടും എക്സ് 2 ആയിട്ടും എടുക്കണം. എന്നിട്ട് ആ വാല്യൂസ് തമ്മിൽ ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ആ ടോട്ടലിനെ ഇ റേസ് ടു മൈനസ് 4ൻ്റെ അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് എമ്മിൻ്റെ വാല്യൂ ആയിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ ഈ 2 പ്രോബ്ലംസ് ഒന്ന് നോക്കുക കേട്ടോ.